കെ.എം. മാണിയുടെയും സി.എഫ്. തോമസിന്റെയും ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ടായിരിക്കും കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി പ്രവർത്തിക്കുക എന്ന സജി മഞ്ഞക്കടമ്പിൽ. പുതിയ പാർട്ടി പ്രഖ്യാപനത്തിന് ശേഷം കെ.എം. മാണിയുടെയും സി.എഫ്. തോമസിന്റെയും കബറിടത്തിലെത്തിയ സജി മഞ്ഞക്കടമ്പിൽ പുഷ്പചക്രമർപ്പിച്ച പ്രാർത്ഥനയും നടത്തി. കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രിയങ്കനായ മുൻ ചെയർമാൻ സി.എഫ്. തോമസ് സാറിൻ്റെ അടുത്ത് ഇന്ന് ഞങ്ങൾ അദ്ദേഹത്തിന് ബൊക്ക സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനെത്തുകയാണ്. കാരണം ഇന്നലെ നിങ്ങളൊക്കെ കണ്ടതായിരിക്കും, കേരള കോൺഗ്രസ് പാർട്ടി ജോസഫ് വിഭാഗത്തിൽ മോൻസ് ജോസഫിൻ്റെ ഏകാധിപത്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ രാജിവെക്കുകയും തുടർന്ന് ഇന്നലെ കോട്ടയം ദർശനാവട്ടത്തിൽ യോഗം ചേർന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന പാർട്ടിക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം രാവിലെ ബഹുമാനായ കെ.എം. മാണി സാറിൻ്റെ കബറിടത്തിൽ പാലായിലും തുടർന്ന് സി.എഫ്. സാറിൻ്റെ കബറിടത്തിലും എത്തി പ്രാർത്ഥിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലേക്ക് സാഹചര്യം ഉണ്ടായത് അതിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ വിശദീകരിച്ചിരുന്നു. ഇനി അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഈ കേരള കോൺഗ്രസ് പാർട്ടി ഇത് NDAയുമായി ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാ പിന്തുണയും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇന്നലെ സംസ്ഥാന നേതൃയോഗം ചേർന്നെങ്കിൽ ഇനി 14 ജില്ലകളിലും വരും ദിവസങ്ങളിൽ യോഗങ്ങൾ ചേരും. തുടർന്ന് സംസ്ഥാന കമ്മിറ്റി രൂപീകരണവും അതുപോലെ പോഷക സംഘടനകളിലേക്ക് തെരഞ്ഞെടുപ്പും ഉണ്ടായിരിക്കുന്നതാണ്. ഇന്ന് നമുക്കറിയാം, കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ വീണ്ടും ഒരു തുടർഭരണം കൂടി അവർക്കുണ്ടാകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ആ കേന്ദ്ര സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ കേരളത്തിലെ റബ്ബർ കാർഷിക മേഖല ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതോടൊപ്പം തന്നെ വന്യമൃഗ ആക്രമണത്തിൽ നിന്നും നമ്മുടെ കേരളത്തിലെ കൃഷിക്കാരെ മോചിപ്പിക്കുക, അതോടൊപ്പം തന്നെ തെരുവുനായ ആക്രമണം നമ്മുടെ നാട്ടിൽ വളരെ രൂക്ഷമായ രീതിയിൽ നിന്നൊക്കെ ഒരു മോചനമുണ്ടാക്കുവാൻ ആ മുന്നണി ഗവൺമെൻറ്റിനെ കൊണ്ട് സാധിക്കും, അല്ലെങ്കിൽ അതിൽ പ്രഷർ ചെലുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മാത്രമല്ല, ഇവിടെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമൊക്കെ ഈ മുന്നണിയിൽ നിന്നുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടി ഈ കൃഷിക്കാർക്കും സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും വേണ്ടിയുള്ള പോരാട്ടം നടത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള തുടക്കമാണ് ഞങ്ങൾ ഇന്ന് കുറിച്ചിരിക്കുന്നത്. കെ.എം. മാണി സാറിനോടും സി.എഫ്. സാറിനോടും പൂർണ്ണമായി ആഭിമുഖ്യം ഉള്ള ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് അവരുടെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കാനാണ് ഈ പാർട്ടി ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും മാണി സാറും സി.എഫ്. സാറുമായിരിക്കും ഞങ്ങളുടെ പാർട്ടിയെ അല്ലെങ്കിൽ ആ ഓർമ്മകളിലായിരിക്കും ഞങ്ങളുടെ പാർട്ടി മുന്നോട്ട് പോവുക.